ഇത് കണ്ടോ, ഇതാണ് എന്റെ അനിയൻ കളർ കൊടുത്ത ഫോട്ടോ. അത് മാത്രല്ല ഇത് കണ്ടോ, ഇതാണ് ഞാൻ കളർ കൊടുത്ത ഫോട്ടോ. ഈ ചിത്രം കണ്ടപ്പോ എന്റെ അനിയൻ പറയാണ് എനിക്ക് കളർ കൊടുക്കാൻ കഴിയുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് മെക്ക കമ്പനിയോട് ഉണ്ടല്ലോ എന്നുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിന് ഞാൻ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതത് പെർഫോമൻസ് അതന്നെ. സോ ഒന്നും പറയാൻ തരില്ല, എനിക്ക് എന്റെ കഴിവിന്റെ അനിയന് കാട്ടി കൊടുക്കണം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കേ ഗൈസ്, 20 ആൾക്കാരുള്ള ലോബിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതന്നെയാണ് എന്റെ ആനനെ വരക്കാനൊക്കെ പറ്റിയ സ്ഥലം. Let's go bro. എടാ ഇത് പുതിയ സ്ഥലടാ. കണ്ടോ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. എടാ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ കണ്ടത്. ഇത് നോക്ക്, 2 അണ്ടറും അതേപോലെ തന്നെ വാക്കി 18 ഹൈഡേഴ്സോ. അത് നൈസ് ആവടാ, അത് കിടക്കും. എനിക്ക് തോന്നണതില്ലേ നമുക്ക് ഇവിടെയൊക്കെ ഒളിച്ചു നിൽക്കാനൊക്കെ പറ്റും. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഒളിച്ചു നിൽക്കണം. ഓക്കേ ഗൈസ്, ടൈം കിട്ടി, അല്ല സ്പോട്ട് കിട്ടി. നമുക്ക് ആദ്യം പൊസിഷൻ ചേഞ്ച് ചെയ്യണം. ഇതിൽ പൊസിഷനൊക്കെ മാറ്റിയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അതിനെ പറ്റി അധികം അറിയാത്തോണ്ട് തോന്നണേ. ഇവിടെ പറ്റൂലേ? ഓക്കെ, നമുക്ക് ഇവിടെ ആയിട്ട് ഒളിച്ചിക്കാം. ഇനി കളർ കൊടുക്കണത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് ഈ കളർ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് പടച്ചോന് ഇതൊക്കെ ഏതാ കളറ്? ഞാൻ നെക്കിയ കളർ തന്നെ ഇതല്ല. കളർ മാറി. ഞാൻ അത് പഠിച്ചു വന്നതിനല്ലോ. അപ്ഡേഷൻ ചെയ്തപ്പോത്തിനും നിന്റെ സ്കില്ലുകളൊക്കെ മാറിയോ? അയ്യോ ഗൈസ്, ഇല്ലതുകൊണ്ട് ഓണം പോലെ ഇതൊക്കെ മതിയടാ. എന്റെ അമ്മേ, എടാ ഇതിന് കളറൊന്നും കിട്ടണില്ലടാ. ഇത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യിക്കണ്. ശരിയല്ലത്, ഗെയിം ശരിയല്ല. അയ്യാ ഓക്കേ ഗൈസ്, ടൈം ആയിട്ടുണ്ട്. നമുക്കിപ്പോ ഇത്ര മതി തോന്നണേ. അങ്ങനെ പെട്ടെന്നൊന്നും നമ്മളെ കണ്ടുപിടിച്ചാനൊന്നും ഒരു കഴിയൂല. മച്ചാനെ 2 അണ്ടറിലോട്ട് താക്കണേ. 10-20 അണ്ടർ ആയിക്കണേ. അയ്യോ പിടിക്കാന്നാ മതിനി. എടാ നമ്മളെ പിടിക്കോടാ. ഇത് കണ്ടോ തന്നെ അറിയാം. എന്തത് വാളം പുളി തിരികെച്ച മാരിണ്ട് അവിടെ. ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നോക്കുക. നമ്മൾ എടുത്തിപ്പോ ഒരു മനുഷ്യന്മാര്. അയ്യോ എടാ പൂണോക്കണോടാ. എടാ ഇന്നെ കൊന്നോ? ഇല്ല എന്നെ കൊന്നിട്ടില്ല. ഞാൻ കൊന്നിക്കണെങ്കിൽ നമ്മൾ 100 റൗണ്ട് ടൈം ആയില്ലേ? ഇല്ലടാ, എടാ നമ്മളെ പിടിച്ചിട്ടില്ല. സിമ്പിൾ. അവിടെയാണ് നമ്മളില്ലത് തോന്നണേ. നമുക്ക് എന്തൊക്കെ പോയിന്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇതാടാ ഞാൻ പറഞ്ഞത്, എനിക്ക് ചിത്രം വരക്കാൻ കഴിയൂലെന്നോ. ഞാൻ ഏതാ സ്ഥലത്ത് നിന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇന്റെ സ്ഥലം ഒന്ന് നോക്കി നോക്കട്ടെ. ഞാൻ ഇവിടെയാണോ ഗൈസ്? ഇനി വെറും 3 ഐഡിയാസ് ഉള്ളൂ. നമ്മളെടുത്താണെങ്കിൽ 10-20 ആൾക്കാരുണ്ട്. ഇല്ലടാ, പിടിക്കാൻ കിട്ടുമെങ്കിൽ പിടി. നോക്കാം, അടിയിലൊക്കെ നോക്കാം. സൈഡിലൊക്കെ ആണെങ്കിൽ ഒരു 100 ആൾക്കാരെ പോയിന്റും കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് ഈ പറഞ്ഞ ആളിനെ അവനെ പിടിച്ചും ചെയ്തു. അയ്യോ എടാ നമ്മളിപ്പോ പിടിക്കൂടോ? എടോ നമ്മളെടുത്തു നോക്കാം, 10-200 ആൾക്കാര്. ഞാൻ മാത്രം ഇത് നൈസായി. എടാ 158 സെക്കൻഡ് ഉണ്ടടാ. എത്ര പേടിയാ വെക്കണോക്ക്. എടാ ഇന്നപ്പോ പിടിക്കോടോ. പിടിച്ചടോ. അത് നൈസേനു. അത് നല്ലൊരു സ്പോട്ട് ചെയ്യുന്നു. ഞാൻ കരുതി ഇന്നെ പെട്ടെന്ന് പിടിച്ചുന്നാ. നമ്മളോടാ കളി. കൊള്ളാം, നല്ല സ്പോട്ടിന് അത്. അതിന് മുന്നേ ഗൈസ്, നിങ്ങൾ ഇതിനായിട്ട് ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്തോളി. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് മാപ്പ് എത്തിയിട്ടുണ്ട്. ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേനോ? അതിലുള്ള ഒരു ആളാണിത്. ഇതെന്തൊരു ചതുരപ്പെട്ടി പോലെയൊക്കെയാണ്. പക്ഷേ ഇതിന്ന് നമ്മൾ എങ്ങനെ ഒളിച്ചു നിൽക്കും എന്ന് പറഞ്ഞാല് എനിക്കറിയില്ല. നമുക്ക് ഇവിടെ പുസ്തകമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടോ കേടാ? അവിടെ ലൈബ്രറി പോലത്തെ സംഭവം ഉണ്ട്. 222 സെക്കൻഡ് ഉണ്ട് നമുക്ക്. അതിന്റെ ഉള്ളിൽ നമുക്ക് ഏതെങ്കിലും പെയിന്റ് അടിച്ചിട്ട് എവിടെയെങ്കിലും കുത്തിറക്കണം. ഓക്കെ, നല്ലൊരു സ്പോട്ട് ഇട്ടുണ്ട്. ഈ സ്പോട്ടിന്ന് അതായത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സ്പോട്ട് നിന്ന് കഴിഞ്ഞാല് പട്ടച്ചോനെ പെയിന്റ് അടിക്കണ്ടില്ലേനടാ. ഗൈസ്, നമുക്ക് ചെടിയായിട്ട് നിന്നാ അത്ര വലിയ സീൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നണത്. നമുക്കാണെങ്കിൽ വെറും 84 സെക്കൻഡ് ഉള്ളടാ. അതിന്റെ മുന്നേ ചെയ്യണം ആദ്യം ഒരു. ഓക്കെ, ഇത് നൈസാണ്. ഇനി നമുക്ക് കളർ മാത്രം കൊടുത്താൽ മതി. കളർ കറക്റ്റ് ആവണേ. ഞാൻ കൊടുക്കണ ഈ കളർ നൈസ്. പെയിന്റ് അടി. ഇതെന്താ പെയിന്റ് അടിക്കാത്ത? ഓക്കെ, പെയിന്റ് അടിയാണ്. ഇതിൽ എന്നെ പിടിക്കാൻ പറ്റില്ല ഗൈസ്. ഇത് അടിപൊളി സ്പോട്ടാണ്. കാരണം ഇതിൽ എന്നെ പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റൂല. നമ്മളെ ഷേപ്പും അതേപോലെ തന്നെ ചെടിയാളെ ഷേപ്പും ഒരേപോലെയാണ്. ഇത് നോക്ക്, ഈ ചെടിന്റെ ഇല ഏതാണ് ഞാൻ ഏതാന്ന് പോലും മനസ്സിലാവണില്ല. ഇത് നല്ലൊരു സ്പോട്ടാണ്. നമ്മളോട് എന്റെ അനിയൻ എന്താ പറഞ്ഞത്? കാണുന്നോടാ നീ? എനിക്ക് ചിത്രം വരക്കാൻ കഴിയൂലെന്നേ കഴിഞ്ഞ കളി കണ്ടിട്ടോ പറഞ്ഞതാ. ഇഞ്ഞോനെ ഞാൻ വിടൂല. 11 സെക്കൻഡ്. ഓക്കെ, കളി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ തന്നെ പൊന്തിയവരൊക്കെ 13 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് വിസിലടിച്ചു. ആ വിസിലിലൂടെയാണ് ഇവർക്ക് നമ്മളെ ബേ മനസ്സിലാവണേ. ഈ ചെങ്ങായൊക്കെ നേരത്തെ ഇവിടേക്കാണ്. ഓരോരുത്തൊക്കെ മെഷീൻ കണ്ട് കിട്ടിയ മാതിരി.
അയ്യോ ഒരാളെ കിട്ടിയടാ അവിടെ. എടാ നമ്മള് നേരത്തെ ഒളിച്ചിക്കുന്ന സ്ഥലത്തൊക്കെയാണ് ആൾക്കാർ നിക്കണത്. ഇത് കണ്ടോ? ഓക്കെ ഇത് കണ്ടോ? ഇപ്പൊ നമുക്ക് 450 465 നമുക്കിപ്പോ പോയിന്റ് കൂടുതൽ കൂടുന്നത്. ലെഫ്റ്റിൽ നോക്കിയാൽ കാണാം. ഇതേപോലത്തെ ഗെയിംസ് ആണ് റോബ്ലോക്സിൽ കുറെ കിട്ടും. നമുക്ക് അതും കളിക്കണോ? ഇതേതീ മൊണ്ണ. അയ്യോ എടോ എടാ നമ്മൾ എടുത്തൊരു ചെങ്ങായിട്ടാ. നമ്മള് കണ്ടോ? ഇല്ല കണ്ടിട്ടില്ല മണ്ടൻ. ഇവിടുന്ന് എവിടുന്നോ വിസില് കേൾക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് ഇവൻ ഇവിടെയുള്ള എല്ലാ അട്ടത്തിന്റെ മുകളിലും കയറി നോക്കുന്നുണ്ട്. കണ്ടു ഇവിടുന്ന് ഇവിടുന്ന് ഒച്ച കേൾക്കുന്നുണ്ടെന്ന് അവനക്ക് മനസ്സിലാക്കണേ. അതേപോലെ എടാ നമ്മൾ നിൽക്കുന്ന സ്പോട്ടൊക്കെ കിട്ടില്ല. സ്പോട്ട് ഇനിയൊന്നുമില്ല. ഗോഡ് ഒന്ന് മെക്ക കെമലിയോണ് ആലോചിച്ച വേറെ ആരെങ്കിലും ഒക്കെ ഞാനല്ല. അല്ലോ എടാ അയ്യോ ഗോഡ് വേറെ ആരെങ്കിലും ഒക്കെ ഞാനാവൂല. ഹണ്ടർ ആരൊക്കെ ഒച്ചുമ്പളി ഉണ്ടാക്കണ്ടോ ഓനൊക്കെ ഞാൻ ഒന്ന് കൊല്ലും. കാണിച്ചുതരാം. ഒറ്റാളെങ്കിലും എനിക്ക് കൊല്ലണടാ. ഹൈഡേഴ്സ് കുറെ ഉണ്ടടാ. കണ്ടോ ഇനിയുണ്ട്. നമ്മളെ ഹണ്ടേഴ്സിന്റെ അത്ര തന്നെ ഹൈഡേഴ്സ് ഉണ്ട്. എന്താ ഓ ക്ലോൺ ഇട്ടതാണല്ലേ. ഓക്കെ ഇവിടെ ഒച്ചുണ്ടാക്കിയല്ലോ. എവിടെടാ കള്ള? എവിടെടാ? എനിക്ക് ഒരാളെ പോലും കിട്ടണില്ലല്ലോ. തേങ്ങ എവിടെ? ഓ അതാളോ. ഓക്കെ ആളെ കിട്ടി. നമ്മളോടാ കളി. ഓക്കെ ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരാള് കുറച്ച് നേരമായിട്ട് വിസിലടിച്ച് നിൽക്കുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഗ്ലിച്ച് യൂസ് ചെയ്ത് കളിക്കണോനാണ് തോന്നണേ. കാരണം ഓനെ കാണില്ലല്ലോ. ചെലവിൽ ഇതിന്റെ ഉള്ളിക്കൊക്കെ പോയി കളിക്കണോലുണ്ട്. ഓനൊക്കെ മണ്ടക്ക് കുത്തി വിടണം ശരിക്കിന്. ഇനി വെറും 4 ആൾക്കാരും കൂടി വാ. എടാ ഇനി വിസിലടിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ആരൊക്കെ ഇവിടുന്നൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഓക്കെ 2 സെക്കൻഡ്. ഇവിടെ അടുത്തെവിടെയോ ഉണ്ടല്ലോ. എടാ കള്ള ഇവിടെ എവിടെയോ ഉണ്ട്. മനസ്സിലാവണില്ല എവിടെയെന്നുള്ളത്. എടാ ഇവിടെ അടുത്ത ഒരാളും കൂടി ഉണ്ടാ. അവന് കിട്ടണില്ല. ഓ ഇതിന്റെ ഉള്ളിലൊക്കെ പോയിരിക്കാൻ പറ്റൂടാ. ഇവരത് കിട്ടാത്തത് കണ്ടാ. ഇവരൊക്കെ ഏത് മാളത്ത് പോയി ഒളിച്ചെന്നിട്ടൊക്കെ കാര്യോ ഇവരെ കിട്ടുന്നു വേണ്ടേ. അയ്യോ എടാ പാളിയടാ. ഇതത്ത് കഷ്ടം. ഇതൊക്കെ എങ്ങനെ ശരിയാവടെ? ഇവരൊക്കെ അറ്റത്ത് മാളത്ത് പോയി ഒളിച്ചിക്ക. ഇന്റെ പോലെ നല്ല സ്ഥലത്ത് ഒളിച്ചിക്ക്. അതും ഞാൻ അത്ര നല്ല ചിത്രമൊക്കെ വരച്ചിട്ട്. ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഹണ്ടർ ആകാം. ഹണ്ടർ ആയിക്കാണ്ട് നമുക്ക് ബാക്കിയുള്ള പിടിച്ചാൻ പറ്റുമോ നോക്കാം. കാരണം 10-25 ആൾക്കാരുണ്ടല്ലോ. എന്തായാലും ഏതെങ്കിലും ഒരു പൊട്ടം നമ്മളെ മുന്നിൽ വരും. ഓന്റെ മണ്ടക്ക് ഒരു കുത്തുവച്ചാ ഓനും ചാകും. മക്കളെ പുടിച്ചു കുത്തുന്നോ ദാ വരുന്ന ഹണ്ടർ. അപ്പോ എവിടെ എടാ ഇനി ഇവിടുന്ന് തൊട്ട് നോക്കിക്കോ. ഓരോരുത്തരും നമുക്ക് സൂക്ഷ്മതയോടെ നോക്കണം. ഓക്കെ ഈ ഭാഗത്തായിട്ടില്ല. ഏതെങ്കിലും മൂലൊക്കെ ഉണ്ടാവും ഉറപ്പാ. ഇവിടെ അടുത്തുണ്ട്. ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റൂ? ഇല്ലടാ ഇതിന് അടുത്തുണ്ടാ മതി. ഇവരൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്ക? എനിക്ക് തോന്നണത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോകാൻ പറ്റും തോന്നണേ. ഒരാളെ കണ്ടുപിടിച്ചാ മതി. ഒരാളെ ഓക്കെ അല്ല പടച്ചോനെ ഇങ്ങോട്ട് വാടാ. ഒരാളെ കിട്ടി ഗൈസ്. ഓക്കെ ഇനി ഒരാളെ കൂടി ഗൈസ്. സിമ്പിളി എടാ ഇത്ര പെട്ടെന്നോ? ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. അതാ കള്ളം നിക്കണോക്കെ. ഇറങ്ങി വാടാ. ഇനി തൊള്ളോർക്ക്. യെസ് ഗൈസ് ഇങ്ങനത്തെ കളിക്കേണ്ടത്. വാ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ബ്ലെൻഡിലൊക്കെ ആൾക്കാരുണ്ടാവും. അത് നോക്കിയിട്ട് വേണം നമുക്ക്. ഓനെ ഒളിച്ചു നിക്കേ നമ്മളെ മുന്നിലേ. ഓക്കെ ഇനി ഈ ഭാഗത്തായിട്ട് ആളുണ്ടാ. ഈ ഭാഗത്തായിട്ട് ആളുണ്ട്. അതെവിടെയെന്നൊന്ന് കണ്ടുപിടിക്കണം. ഓ ടോയ്ലറ്റ്. എടാ ഇതിന്റെ ഉള്ളിൽ നമ്മൾ വന്നിട്ടില്ല. ഓക്കെ ടോയ്ലറ്റിൽ ആളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ഇവിടെ എവിടേക്കോ ആളുണ്ട്. എടാ ഞാൻ അണ്ടറായിട്ടോ ഇത്ര ആൾക്കാർ ഇതിനായിട്ട് പിടിച്ചാൽ നിക്കണേ. ഒരാളെ പോലും മനസ്സിലാവണില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാ. നമ്മൾ ഒരാളെ മാത്രം ഫോക്കസ് ആക്കിയാൽ മതി എന്ന് എനിക്ക് തോന്നണത്. ഓക്കെ ഓന്റെ പൂട്ട് കിട്ടിട്ട് പൈപ്പായി നിക്കണേ. വാ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഓരോരുത്തന്മാര് ഹൈഡ് ചെയ്യുന്നതാണ് കോമഡി. കണ്ടോ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ആയിട്ട് ഹൈഡ് ചെയ്യണേ. ഓക്കെ നെക്സ്റ്റ് കള്ളട കളി. ഇപ്പഴാ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയത്. നമ്മള് ഫോക്കസ് ആയിട്ട്. ഓക്കെ ഇവിടെ കേട്ടോ
ഓക്കെ ഈ റൂമത്തെ കഴിഞ്ഞിക്കണേ ഇനി ഈ റൂമിലേ ഉള്ളൂ നോക്കി കളിക്കാം ബാ 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 ആ ഭാഗത്ത് എവിടെയോ ആയിട്ട് ആളുണ്ട് എനിക്ക് തോന്നണല്ലേ ഇവിടെ എടുത്ത് ഒരാളുണ്ടാ ഓനെ മനസ്സിലാവണില്ല എവിടെ എന്നുള്ളത് എന്നല്ലേ കണ്ടോ ഇവിടെ ഇവിടെ എവിടെയോ ഉണ്ടാ ഈ വാതിൽ ഉറക്കാൻ പറ്റുമോ ഇല്ലടാ ഇവിടെ കണ്ടോ ഒച്ചമുടി ഉണ്ടാക്കണേ 68 സെക്കൻഡിനുള്ളിൽ ഇവന് പിടിക്കുമാണ് എന്ത് കഷ്ടം എടാ 52 സെക്കൻഡാ എടാ കാണല്ലടാ അത് എടാ ഇവിടെ എടുത്ത് പിടിക്കണ്ടാ പക്ഷെ ഇവര് കാണല്ലോ ഇതിന്റെ ഉള്ളിൽ 3 ആൾക്കാരോ ബ്രോ 4 ആൾക്കാരോ എടാ ഇതൊക്കെ എന്തൊളിച്ചിലാടാ അത് ഇതൊക്കെ ഇവര് ബ്ലെൻഡ് ആയി നിക്കാന്നൊക്കെ ഇവരൊക്കെ കുപ്പിന്റെ ഉള്ളിലൊക്കെ എടാ ഇത്ര വിട്ടാടാ അവർക്ക് മേടിച്ചത് എന്നിട്ട് പോലും കണ്ടില്ല ഓക്കെ എടാ എനിക്കിതിൽ പ്രതികാരം ചെയ്യണടാ നേരത്തെ പിടിച്ചടവനൊക്കെ ആളല്ലേ അത് അല്ലടാ അത് ആളല്ല ഓക്കെ എനിക്ക് ഇതില് പ്രതികാരം ചെയ്യണടാ ഇനി നേരത്തെ നമ്മള് ആ കളിയിൽ കൊറേ അണ്ടേഴ്സിനെ കിട്ടിയില്ല പക്ഷെ എനിക്കിതില് ആളെ കിട്ടണം ബാബാ ബാബാ ഈ ഭാഗത്തായിട്ട് ആളെ സൗണ്ട് ഞാൻ കേട്ടല്ലോ എടി എവിടുന്നാണോ ഒച്ചേക്കണത് ഒന്നും മനസ്സിലാവണില്ലല്ലോ ഇതിന് മേലക്കൊക്കെ കയറാൻ പറ്റൂ മേലക്കൊക്കെ കയറാൻ പറ്റൂ ഓ ബ്രോ ഓക്കെ ഇവിടെ എടുത്ത ആളുണ്ട് കേട്ടോ ഇവിടെ എടുത്ത ആളുണ്ടേ ഇതാരാ കള്ള എടാ ഇവരിത് കാണാൻ കിട്ടൂലെന്ന് പറയുമ്പോത്തിനു ഏതൊക്കെ കൂട്ടായിപ്പ ടീമാണ് ഇതിന്റെ മേലക്ക് ഇനി കയറാൻ പറ്റുമോ ഇല്ലടാ ഇനി ഇതിന്റെ മേലക്കൊന്നും കയറാൻ പറ്റൂല പക്ഷെ ഇവിടെ ആളുണ്ടടാ മച്ചാനെ കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് എല്ലാ ടൂറിന്റെ മുകളിലും കയറി നിൽക്കുന്നത് ആളാണോ അല്ല അതാളല്ല ഓക്കെ ഇവിടുത്തെ ആൾക്കാർ കഴിഞ്ഞിക്കണെന്ന് തോന്നണേ ഇനി വിസിലടിക്കണ വരെ കാത്തുക്ക വാ എവിടുന്നാ വിസിലടിക്കണെന്നാണ് മനസ്സിലാവാത്തത് ഇവര് പുല്ലിന്റെ ഇടയിൽ നിൽക്കാൻ നല്ല ചാൻസ് കൂടുതലാണ് ബ്രോ നമുക്ക് ഇതിന്റെ മേലക്കൊക്കെ കയറാൻ പറ്റൂ നൈസ് ഇവിടെ അടുത്തെവിടേക്കൊക്കെ ഉണ്ടാ ആള് ഓണ കള്ള ഇവിടെ ഉണ്ട് ആളെ കണ്ടു അവിടെ നിക്കടാ സത്തില്ലേ ആളില്ലത് ചാകടാ എടാ ഇതൊക്കെ എന്ത് ചിതരാണ് ഇതിന്റെ തൊള്ളന്റെ അടുത്ത് നിന്നിട്ട് ചാകടാ അയ്യോ ബ്രോ കൊല്ലടാ ഓക്കെ കൊണ്ടില്ലേ ലെറ്റ്സ് ഗോ മച്ചാനെ അതൊന്നും കൊള്ളണില്ല അവിടേക്ക് വന്നേ ഒളിച്ചു ഞാൻ എന്താ ചെയ്യാ ഇതിന്റെ ഉള്ളിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാ ശബ്ദങ്ങള് വിലക്ക് ഞാൻ ഒന്ന് പൂട്ടും എവിടെ ഇതിന്റെ മേലുണ്ടോ കണ്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ആൾക്കാര് ഇല്ലടാ ഇനി 30 സെക്കൻഡിനുള്ളിൽ ഈ ഏപ്പരാച്ചാളെ കിട്ടുമോന്ന് ചോദിച്ചാല് എവിടെ നോക്കി പിടിക്കാനാണ് ഓരോരുത്തർ ഒളിച്ചിക്കണ ഓരോ സ്ഥലങ്ങളാണ് മനസ്സിലാവാത്തത് എടാ 3 സെക്കൻഡ് കണ്ടില്ലടാ എന്റെ അമ്മ ഓരോരുത്തർ ഒളിച്ചു നിൽക്കണ സ്ഥലം നോക്ക് ഇവിടെ എടുത്തിട്ടുണ്ട് ആള് അതേപോലെ ഓരോരുത്തരും ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ സൂപ്പർ സ്ഥലങ്ങള് കിട്ടിയില്ല അപ്പോ ഇന്നത്തെ വീഡിയോ എത്ര മതി എന്ന് പ്രതീക്ഷിക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട അതിന്റെ അടുത്ത പാർട്ടും ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും ഞാനിത് അപ്ഡേറ്റ് ഒക്കെ വന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് അത് കളിക്കണത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്